പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഓരോ ദിവസവും എത്രയോ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നതിൽ പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് തിന്മയായി വന്ന് ഭവിക്കുന്ന പല കാര്യങ്ങളുമാണ് ഞാനും നിങ്ങളും സംസാരിക്കാറുള്ളത്. അള്ളാഹു കാക്കട്ടെ. നമുക്കിന്ന് മഹാനായ അബൂലൈസു സമർഖന്ദി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു 7 വാക്കുകൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അവനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ അടുക്കലും അവൻ മാന്യനാണ് എന്ന് എഴുതി വെക്കപ്പെടുമെന്നാണ്. മാത്രമല്ല, കടലിന്റെ നുരയോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു താല പുറത്തു തരും. എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം ഒരു 7 വാക്കുകൾ വെറുതെ പറയുക. 7 വാക്കുകൾ പറയുക. അപ്പൊ ഏതൊക്കെയാണ് ആ വാക്കുകൾ? ബാക്കി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളാണ്. ഒന്ന് കേട്ടു നോക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ ഉള്ളവരാണല്ലോ ഞാനും നിങ്ങളും. അള്ളാഹു താല അതെല്ലാം മാറ്റി ഖൈറും സലാമത്തും റാഹത്തും ഏറ്റമേറ്റം നമുക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ അൽഹംദുലില്ലാ രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ പിന്നീട് നമ്മുടെ ആ പകലെല്ലാം കഴിഞ്ഞ് രാത്രി വീണ്ടും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ, അതായത് ഒരു ദിവസം എത്രയോ ദിക്റുകൾ നമ്മൾ പറയാറുണ്ട്, എത്രയോ സ്വലാത്തുകൾ പറയാറുണ്ട്, എത്രയോ വട്ടം നമ്മൾ പല തസ്ബീഹുകളും പറയുന്നു, അല്ലെ? നിസ്കാരത്തിൽ നമ്മൾ വിശുദ്ധമായ ഖുർആൻ ഓതുന്നു. അതല്ലാതെ വാക്കുകൾ കൊണ്ട് എത്രയോ നമ്മൾ സംസാരിക്കുന്നവരാണ്. അള്ളാഹു താല നമ്മുടെ സംസാരങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ. ഇന്നിപ്പോ എത്രയോ ഒരു സഹോദരൻ വന്ന് ഒരു വിഷമം പറഞ്ഞത്, ഉസ്താദെ, എൻ്റെ മകനും മരുമകളും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് ശാരീരികമായിട്ടുള്ള ഉപദ്രവമല്ല, മറിച്ച് നാവുകൊണ്ട്. രണ്ടുപേരും വലിയ ജോലിയുള്ളവരാണ്, പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്, ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണ്. ഒരുപാട് നാൾ പ്രേമിച്ചൊക്കെ നടന്നു, അവസാനം കല്യാണം കഴിച്ചു. പക്ഷെ ഇപ്പോ അവരുടെ റൂമിൽ നിന്നും ഭയങ്കര ശബ്ദമാണ്. മകന്റെ ശബ്ദം, അതിനേക്കാൾ ഉച്ചത്തിൽ മരുമോളുടെ ശബ്ദം, അതിനേക്കാൾ ഉച്ചത്തിൽ മോന്റെ ശബ്ദം. ഇങ്ങനെ പരസ്പരം വാക്കുകൾ എന്താണ് പറയുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. പലപ്പോഴും അശ്ലീല വാക്കുകൾ പറയുന്നു, തെറി പറയുന്നു, അവരുടെ ഉമ്മയെ വിളിച്ചു പറയുന്നു, വാപ്പയെ വിളിച്ചു പറയുന്നു. വല്ലാത്തൊരവസ്ഥയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു എത്രയോ ആളുകൾ. ഇതിപ്പോ എന്നോട് മാത്രമല്ല, എത്രയോ നമ്മുടെയൊക്കെ പള്ളികളിലുള്ള ഉസ്താദുമാരോടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എത്രയോ സങ്കടങ്ങൾ പറയുന്ന മാതാപിതാക്കളുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊക്കെ നിത്യമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ പ്രധാനമായും കടന്നു വരേണ്ടത് അള്ളാനെ പറ്റിയുള്ള സംസാരമാണ്, അല്ലെ? അള്ളാനെ ഓർക്കുന്ന, അതായത് നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിനെ അത് ഏത് സമയത്തും നമുക്ക് പറ്റും. ഇപ്പൊ നമ്മളൊരു ബിസിനസ്സുകാരനാണ്, നമ്മളൊരു കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രഭാഷകനാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ടീച്ചറാണ്, ഒരു സാറാണ്, കോളേജിൽ പഠിപ്പിക്കുന്ന ലെക്ചറാണ്, ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ സംസാരങ്ങൾ, നമ്മളെ പഠിപ്പിക്കുന്ന കുട്ടികളോട് പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ പോലും, അല്ലെങ്കിൽ കച്ചവടത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും അള്ളാനെ പറ്റി പരിചയപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഈ കച്ചവടം, ഇതൊക്കെ അൽഹംദുലില്ലാ പടച്ചോൻ തന്നതാണ്, അവന്റെ നിഅമത്താണ്, എന്റെ കഴിവല്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹിനെ ഇങ്ങനെ ഇടക്കിടക്ക് പുകഴ്ത്തുന്നത് പടച്ചോന് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ സംസാരത്തിൽ, പ്രത്യേകിച്ച് ദിക്റുകൾ പറയുന്നത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ 7 സമയത്ത് 7 ദിക്റുകൾ പറയണമെന്നാണ്. 7 സമയത്ത് 7 ദിക്റുകൾ പറയണം. പറഞ്ഞാൽ എന്താണ്? കടലിന്റെ നുരയോളം തെറ്റുകൾ ഉണ്ടെങ്കിലും അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. ചില ദിക്റുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും നമ്മളത് നാവ് കൊണ്ട് പറയും, പക്ഷെ അതിന്റെ നേട്ടം എന്താണെന്ന് നമുക്കറിയില്ല. ആഖിറത്തിൽ ഒരു മനുഷ്യൻ വരുമെന്നാണ്. അയാൾ ആഖിറത്തിൽ വരുമ്പോൾ അയാൾ ചിന്തിക്കും, പടച്ചോനെ, എൻ്റെ കാര്യം കഷ്ടമാണല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ദിക്റുകളൊക്കെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ, നിസ്കാരമൊക്കെ വല്ലപ്പോഴൊക്കെ നിർവഹിച്ചിട്ടുള്ളൂ, ഞാൻ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ വരുന്ന സമയത്ത് അയാളുടെ മീസാനിൽ വെക്കപ്പെട്ടിട്ടുള്ള നന്മകൾ കാണുമ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോകുമെന്ന്. പടച്ചോനെ, ഇതൊക്കെ ഞാൻ ചെയ്തതാണോ? അള്ളാഹു, ഇതൊക്കെ ഞാൻ ചെയ്തത്, ഇതൊക്കെ ഞാൻ എപ്പോൾ ചെയ്തു? അങ്ങനെ ആ മനുഷ്യൻ ചിന്തിക്കുമെന്നാണ്. അപ്പോഴാണ് ആ മലക്കുകൾ വന്ന് പറയുന്നത്, എടോ, നീ ഒരുപാട് അമലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്ത അമലൊക്കെ ഭയങ്കര പ്രതിഫലമുള്ളതാണ്. ചില ദിക്റുകളുണ്ട്, ചില തസ്ബീഹുകളുണ്ട്, ചില വാക്കുകളുണ്ട്, മറ്റുള്ളവരോട് പറയുന്ന ചില സ്വാന്തനത്തിന്റെ, കാരുണ്യത്തിന്റെ വാക്കുകൾ. അത് അള്ളാന്റെ അടുക്കൽ ഭയങ്കര ഇഷ്ടമാണ്.
പ്രത്യേകിച്ച് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ കടലിന്റെ നുരയോളം തെറ്റുകൾ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു താല അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചില ദിക്ർ പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് കിടക്കുമ്പോൾ, വീട്ടിലേക്ക് കിടക്കുമ്പോൾ, ബാത്റൂമിൽ കയറുമ്പോൾ ഒക്കെ, നമ്മൾ വാഹനത്തിൽ കയറുമ്പോഴൊക്കെ പല ദിക്റുകളും ദുആകളൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ വേണം. അതൊക്കെ എന്തിനാണ്? നമുക്ക് ആത്മീയമായ ഉന്നതി കിട്ടാൻ വേണ്ടിയാണ്. പറഞ്ഞു വന്നത്, നമ്മുടെ ദിവസവും എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ട ചില ദിക്റുകളുണ്ട്. ഒന്നാമതായി മഹാനായ അബൂ ലൈസു സമർഖന്ദി റളിയല്ലാഹു തആല, വലിയ പണ്ഡിതനാണ് അബൂ ലൈസു സമർഖന്ദി റളിയല്ലാഹു, അദ്ദേഹം പറയുകയാണ്, മൻ ഹഫിള സബ്അ കലിമാത്തിൻ ഫഹുവ ഇൻദല്ലാഹി ശരീഫ് വഇൻദൽ മലായികത്തി ശരീഫ് വഗഫറല്ലാഹു ലഹു ദുനൂബഹ സബദൽ ബഹർ. അതായത് ഒരു മനുഷ്യൻ അവൻ ഒരു 7 കലിമത്തുകൾ, 7 വാക്കുകൾ അവൻ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഇൻദല്ലാഹി ശരീഫ്, അവൻ അള്ളാഹുവിന്റെ അടുക്കൽ മാന്യനാണ്. അള്ളാഹിന്റെ അടുക്കൽ മാത്രമല്ല, അള്ളാഹുവിന്റെ മലക്കുകളുടെ അടുക്കലും അവൻ ആരാണ്? മാന്യൻ ആണ് എന്ന് രേഖപ്പെടുത്തും. ഷരീഫാണ്, ഒരു മാന്യനാണ്, നല്ലൊരു വ്യക്തിയാണെന്ന് അള്ളാഹു താല എഴുതി വെക്കും, മലക്കുകൾ എഴുതി വെക്കും എന്നാണ്. എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും ഒരു 7 വാക്കുകൾ പറയണം. അത് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിന്റെ അടുക്കലും അള്ളാഹുവിന്റെ മലക്കുകളുടെ അടുക്കലും അവൻ മാന്യനാണെന്ന് പറയുക മാത്രമല്ല, എഴുതി വെക്കപ്പെടുക മാത്രമല്ല, വഗഫറല്ലാഹു ലഹു ദുനൂബഹു, അവന്റെ മുഴുവൻ തെറ്റുകളും അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്നാണ്. അത് എത്രമാത്രം? സബദിൽ ബഹർ, കടലിന്റെ നുരയോളം ഉണ്ടെങ്കിൽ, അതായത് എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു താല വിട്ടുപുറത്തു മാപ്പ് തരും. ഇനി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അവ്വലുഹാ അൻ യഖൂല ഇൻദ ഇബ്തിദാഇ കുല്ലി ഷൈഇൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ നല്ല കാര്യം ചെയ്യും, ഏത് നല്ല കാര്യം ചെയ്താലും അപ്പൊ പറയണം എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, നമ്മളത് പറയുന്നവരാണെങ്കിൽ നമ്മൾ വിജയിച്ചു. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ആരാണ്? മാന്യന്മാരാണ്. അള്ളാഹു താല നമ്മളെല്ലാവരെയും മാന്യന്മാരിൽ, മാന്യതകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് പറയണം? ബിസ്മില്ലാഹ് അല്ലെ. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണോ? ചെരുപ്പിടുന്ന സമയത്ത്, വസ്ത്രം ധരിക്കുന്ന സമയത്ത് അല്ലെ, ഏത് നല്ല കാര്യം. ഇപ്പോ അരി കഴുകി കലത്തിലേക്ക് ഇടുന്നു, അരി കഴുകാൻ വേണ്ടി എടുക്കുന്നു. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസ്മില്ലാടെ ഒരു കളി തന്നെ കളിക്കാവുന്നതാണ്. കാരണം എന്താണ്? അടുക്കളയിൽ ചെയ്യുന്ന ഏത് കാര്യം, മീൻ മുറിക്കാൻ എടുക്കുന്നു, അല്ലെങ്കിൽ വസ്ത്രം അലക്കാൻ എടുക്കുന്നു, പാത്രം എടുക്കുന്നു, തേങ്ങ ചിരണ്ടാൻ എടുക്കുന്നു, ഏത് സമയത്തും എന്ത് പറയാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞാൽ അതിലൊക്കെ വലിയ ഖൈറും ബറക്കത്തും ഉണ്ടാകുമെന്നാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ എഴുതുമ്പോ, നമ്മുടെ മക്കളൊക്കെ എഴുതുന്നു, വായിക്കുന്നു, പഠിക്കാനിരിക്കുന്നു, ഏത് നല്ല കാര്യമാവട്ടെ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. പിന്നെയോ, ഉമ്മമാരെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അടുക്കളയൊക്കെ ജോലി കഴിഞ്ഞ്, ഇപ്പോൾ അടുക്കള എല്ലാം തുടച്ച് വൃത്തിയാക്കി നീറ്റായി കഴിയുമല്ലോ, നിങ്ങൾ പിന്നെ അടുത്ത പണിയിലേക്ക് പോകുന്നു. എന്താണ്? അടുക്കള ജോലി കഴിഞ്ഞ് പിന്നെ എന്താണ്? അലക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്താണ്? കുളിക്കാൻ പോകുന്നു, നിസ്കരിക്കാൻ പോകുന്നു. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ പറയണം എന്ത്? അൽഹംദുലില്ലാ എന്ന് പറയണം. അതായത് അടുക്കള ജോലി റബ്ബേ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയുണ്ട് ജോലി, ഇനി പാത്രം കഴുകാനൊക്കെ ഉണ്ട്, എന്നാലും പറയണം അൽഹംദുലില്ലാ. അത് വലിയൊരു ബറക്കത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, അടുക്കളയിലുള്ള എന്താണ്? വലിയൊരു ഖൈറുണ്ടാകുമെന്നാണ്. അടുക്കള, അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് ഒരു വസ്തുവിൽ ഉണ്ടായാൽ, ഒരു സ്ഥലത്തുണ്ടായാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് അടുക്കളയിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവണം. പറഞ്ഞോ ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി. 2 അൻ യഖൂല ബഅദ ഫറാഗി മിൻ കുല്ലി ഷൈഇൻ അൽഹംദുലില്ലാഹ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് നല്ല കാര്യമുണ്ടോ അതൊക്കെ അവസാനിക്കുമ്പോൾ പറയണം എന്ത്? അൽഹംദുലില്ലാഹ് എന്ന് പറയണം. 3 അവന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും, നമ്മുടെയൊക്കെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശത്തരം വന്നു പോയാൽ, അറിയാതെയോ അറിഞ്ഞോ ഒക്കെ എന്തെങ്കിലും ഒരു അബദ്ധം, മോശത്തരം, വേണ്ടാത്തത്, പാപം, തെറിവിളി, അല്ലെങ്കിൽ പിഴവുകൾ, അബദ്ധങ്ങളൊക്കെ വന്നാൽ അപ്പൊ പറയണം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വാക്കാണ്. ഞാനിപ്പോ എത്രയോ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു, ഞാനും ഒക്കെ ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാഹ്. വലിയ ഖൈർ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതായത് ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്ക് അവൻ എത്രമാത്രം അധികരിപ്പിക്കുന്നോ അത്രമാത്രം അവയ്ക്ക് ദുനിയാവിലും ഗുണമാണ്, നാളെ ആഖിറത്തിലും ഗുണമാണ്. ദുനിയാവിലും ഗുണമാണ്, നാളെ ആഖിറത്തിലും ഗുണമാണ്. അതുകൊണ്ട് പരമാവധി പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ അധികരിപ്പിച്ച് നമ്മൾ പറയണം. ഒരു മനുഷ്യൻ രാവിലെയും വൈകിട്ടും 100 വട്ടം വീതം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ മിൻ കുല്ലി ഹമ്മിൻ ഫറജ വ മിൻ കുല്ലി ളീഖിൻ മഖറജ, അവന്റെ അടക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടും, തുറക്കപ്പെട്ട വാതിലുകളിൽ ഖൈറുണ്ടാകുമെന്നാണ്. നടക്കൂല എന്നൊക്കെ വിചാരിച്ച പല കാര്യങ്ങളും അതൊക്കെ നടന്നു കിട്ടും. എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ വലിയ ബറക്കത്തും സലാമത്തും ഉണ്ടാകും. പിന്നെയോ മറ്റൊരു കാര്യം, ഇദാ അറാദ അൻ യഖൂല അഫ്അലു ഗദൻ കദാ ഇൻഷാ അല്ലാഹ്. ഒരാൾ നാളെ ചെയ്യാം, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇൻഷാ അല്ലാഹ് നാളെ പോണം, നാളെ അവിടെ പോകണം, അല്ലെങ്കിൽ നാളെ ആ കാര്യം ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ എന്ത് പറയണം?
എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് പറയണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്നുള്ള വാക്ക് മറന്നു പോകാൻ പാടില്ല. മറ്റൊന്ന്, മക്റൂഹായ വെറുക്കപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അപ്പൊ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. ഇപ്പൊ ഒരു പലിശക്കാരനെ കണ്ടാൽ, ഒരു പലിശ വാങ്ങുന്ന ഒരാളെ കണ്ടാൽ, ഒരു കള്ളുകുടിയനെ കണ്ടാൽ, അല്ലെങ്കിൽ എന്താണ് ഒരു അപകടം കണ്ടാൽ, ഒരു ആക്സിഡന്റ് കണ്ടാൽ നമുക്കതൊരു മക്റൂഹാണ്, വെറുക്കപ്പെട്ട, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ. അപകടത്തിൽ പെട്ട് കിടക്കുന്ന നമുക്ക് ഇഷ്ടമാണോ? അല്ല, ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പൊ അങ്ങനെ നമുക്ക് വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അപ്പൊ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയണം. മറ്റൊരു കാര്യം, മുസീബത്ത് വന്നാൽ, മുസീബത്ത് ഒരു അപകടം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ, നമ്മുടെ ശരീരത്തിലാവട്ടെ സമ്പത്തിലാവട്ടെ കുടുംബത്തിലാവട്ടെ, ഒരു അപകടം വന്നെന്നറിഞ്ഞാൽ അപ്പൊ പറയണം എന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മരിച്ചാൽ പറയേണ്ട വാക്കല്ലേ ഉസ്താദെ? അല്ല, മരിച്ചാൽ, ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോ പറയേണ്ട വാക്ക് മാത്രമല്ല, എന്ത് മുസീബത്ത് വന്നാലും ഈ വാക്ക് പറയാൻ മറന്നു പോവരുതേ. മറ്റൊരു കാര്യം, ലാ യസാലു യജ്രി അലാ ലിസാനി ഫീ ആനാഇൽ ലൈലി വ അത്റാഫിൻ നഹാരി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ അവന്റെ നാവിൽ എപ്പോഴും രാവെന്നില്ല പകലെന്നില്ല ഏത് സമയത്തും വരണം എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അവന്റെ നാവിൻ തുമ്പിൽ ഇങ്ങനെ ഉണ്ടായാൽ അള്ളാഹുവേ അവനിക്ക് കിട്ടുന്നത് എന്താണ്? വലിയ പ്രതിഫലമാണ്. ഇപ്പൊ നമ്മളിപ്പോ നമസ്കാരങ്ങൾക്ക് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയാറുണ്ട് അല്ലെ? അത് കഴിഞ്ഞ് നമ്മൾ അഫ്ളലു ദിക്ർ എന്ന് പറഞ്ഞിട്ട് ഒരു 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലാറില്ല. ആ ദിക്ർ ചൊല്ലുമ്പോൾ നല്ല മനസ്സിൽ തട്ടി ചൊല്ലിക്കും, മനസ്സിൽ തട്ടി ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ എന്താ പ്രതിഫലം കിട്ടാൻ പോകുന്നത്? അങ്ങനെ ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്? മരിക്കുന്ന സമയത്ത് ആ വാക്ക് പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരും. അള്ളാഹു തരട്ടെ, ആമീൻ. അതുകൊണ്ട് എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്ർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഇത് മാത്രമല്ല കേട്ടോ, ഇത് മാത്രമല്ല. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയൂലേ, അതോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്നൊരു ദിക്ർ പറയൽ പ്രത്യേകം നല്ലതാണ്. നമ്മൾ പറയാറുണ്ടോ എന്നറിയില്ല. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ എന്ത് പറയണം? അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കശ് ശുക്ർ എന്ന് പറയണം. ഉറങ്ങുന്നതിന് മുമ്പ് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ, അല്ലെങ്കിൽ ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂത്, ആ ഒരു ദുആ പറയൽ നല്ലതാണ് അല്ലെ? ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കുക. അതുപോലെ തന്നെ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും ദുആരക്ക് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ആ ഒരു ദുആ നമ്മൾ പഠിച്ചു വെക്കുക. അത് എപ്പോഴും പറയണം. ഏത് ദുആയിലും നമ്മൾ എന്ത് ചെയ്യണം? ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ പടച്ചവനെ, ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء
يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദുആരക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ എന്ത് ചെയ്യും, സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദുആരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദുആരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദുആരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ അല്ലാ.
റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ അദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാഹുവേ പടച്ചവനെ വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.